നിങ്ങൾക്ക് എന്ത് ചെടിയാണ് ഇഷ്ടം? ഇലച്ചെടിയാണോ പൂച്ചെടിയാണോ? എനിക്ക് പൂച്ചെടിയാട്ടോ. എന്നാൽ നല്ല നിറമുള്ള ഇലകളോടൊപ്പം നല്ല പൂക്കളും കൂടി ആകുമ്പോൾ അതിനെ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയൂല്ലേ? ഇലച്ചെടിയും പൂച്ചെടിയൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ചെടി ഒരിക്കലും മിസ്സാക്കണ്ട കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരു ചെടിയാണ് ലോറോ പെറ്റാലം. അതിൻ്റെ നല്ല കട്ടും മെറൂൺ കളറിലുള്ള ഇലകൾക്കും അതുപോലെ ഒരു എന്താ പറയുക ഒരു മജന്ത കളറിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാട്ടോ ഉള്ള പൂക്കളും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ പറയാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഹാർഡിയായ ചെടിയാണ്, സെൻസിറ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകുമൊന്നുമില്ല. ഒരിക്കൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പോട്ടിലോ നിലത്തോ ഗ്രോ ബാഗിലോ എന്തിലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം കേട്ടോ. നല്ല വെയിലത്താണ്ട് വെച്ച് കൊടുത്താൽ മതി, നിറയെ പൂക്കളുണ്ടാവും. അതായത് ഇല കാണാതെ. ഇല കണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഇലയ്ക്കും പൂക്കൾക്കും ഏതിനാണ് ഇതിന് ഭംഗിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. നല്ല മെറൂൺ കളറുള്ള ഇലകളിൽ മജന്ത വർണ്ണങ്ങളിൽ നല്ല പൂക്കളും ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. നിറയെ വിരിയും, നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കും. 2 കൊല്ലമായി എൻ്റെ കൂടെ കൂടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പൂ വിരിഞ്ഞിരുന്നു, പ്രാവശ്യം നല്ല വെയിലത്താണ് നിന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും നിറച്ചും ഇങ്ങോട്ട് പുഷ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ ഒരൊറ്റ ചെടി മാത്രം ഒരു കോണിൽ മറ്റുള്ള ചെടികളൊക്കെ ഇല്ലാത്തൊരു ഭാഗത്ത് ഇത് വെക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധ ഇതിലേക്ക് മാത്രമായിരിക്കും വരിക. അത്രയ്ക്ക് ഭംഗിയാട്ടോ. ഞാനീ പറയുന്ന പോലെയൊന്നുമല്ല. പിന്നെ ഇത് കാർഡിനൽ ക്രീപ്പർ, ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതും തന്നെ നിറയെ മുട്ടിട്ടുണ്ട്. അതേപോലെ എൻ്റെ പൂച്ചെടികളിൽ ഒരുപാട് പേര് പുതിയതായിട്ട് പ്രാവശ്യം മുട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ താനൂരുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വയനാട്ടിലേക്ക് പോകും. എന്നാലും ചില പൂക്കളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതെനിക്ക് തീർച്ചയായിട്ടും വീഡിയോ എടുത്തിട്ട് ഇവർ അയച്ചു തരും. അപ്പം ഞാൻ വീണ്ടും അത് ഇടാം കേട്ടോ. ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.